Welcome to our channel Way to Win. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് കമ്പനി ബോർഡ് LGS കാറ്റഗറി നമ്പർ 609/2021 ഇതിന്റെ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ സ്റ്റാറ്റസും പുതിയ വേക്കൻസികളും അതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മുടെ സൈറ്റിലുള്ള കാര്യമാണ്. നിങ്ങൾക്ക് ഒരു ക്രോഡീകരിച്ച് ഞാൻ പറയുന്നതേ ഉള്ളൂ. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ മനസ്സിലാവും. അങ്ങനെ ഉദ്ദേശിച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാം നമ്മുടെ സൈറ്റിലുള്ള കാര്യം തന്നെയാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് വരെയുള്ള അഡ്വൈസിന്റെ കാര്യം നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ 2921 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. ലാസ്റ്റിൽ അഡ്വൈസ് നടന്ന ഡേറ്റ് 16/4/2026 ആണ്. ഓക്കെ, അപ്പൊ അതിന്റെ അഡ്വൈസിന്റെ ഓരോ OCയും PCയും എത്ര പോയിട്ടുണ്ടെന്ന് നമുക്ക് നോക്കാം. OC മെയിൽ 2449, OC ഫീമെയിൽ 2462, EWS 2475 മെയിൽ, 2494 ഫീമെയിൽ. EBT OCയിൽ നിന്നാണ് മെയിലും ഫീമെയിലും പോയിരിക്കുന്നത്. SSC മെയിൽ സപ്ലിമെന്ററി ലിസ്റ്റ് 136, ഫീമെയിൽ 131 സപ്ലിമെന്ററി ലിസ്റ്റ്. ST സപ്ലിമെന്ററി ലിസ്റ്റ് 135 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 98 ഫീമെയിൽ. മുസ്ലിം സപ്ലിമെന്ററി ലിസ്റ്റ് 62 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 70 ഫീമെയിൽ. ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ സപ്ലിമെന്ററി ലിസ്റ്റ് 106 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 90 ഫീമെയിൽ. OBC 2508 മെയിൽ, 2453 ഫീമെയിൽ. വിശ്വകർമ്മ 2536 മെയിൽ, 2505 ഫീമെയിൽ. SIUC നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 34 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 32 ഫീമെയിൽ. SSCCC സപ്ലിമെന്ററി ലിസ്റ്റ് 49 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 52 ഫീമെയിൽ. ധീവര സപ്ലിമെന്ററി ലിസ്റ്റ് 13 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 12 ഫീമെയിൽ. ഹിന്ദു നാടാർ സപ്ലിമെന്ററി ലിസ്റ്റ് 5 മെയിൽ, സപ്ലിമെന്ററി ലിസ്റ്റ് 13 ഫീമെയിൽ. DL LV 31, HIയും LDCPയും എല്ലാവരും അഡ്വൈസ് പോയിട്ടുണ്ട്. അപ്പൊ ഇങ്ങനെയാണ് അഡ്വൈസിന്റെ OCയും BCയുടെ പൊസിഷൻ. ഇനി നമുക്ക് ലാസ്റ്റ് അഡ്വൈസിന്റെ അതിന്റെ ഒരു ഡീറ്റെയിൽ നമ്മൾ നോക്കുമ്പോൾ ടോട്ടൽ 46 അഡ്വൈസ് ആണ് ലാസ്റ്റ് പോയിരിക്കുന്നത്. അതിൽ 44 ഫ്രഷും 2 NJD. ഓക്കെ, അപ്പൊ അതിനകത്ത് ഒരു TPU ആണ് പെൻഡിങ് ഉള്ളത്. അത് MR നമ്പർ 5640 OBC അതിനെ TPU ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പൊ കഴിഞ്ഞ ഇതിന് തൊട്ടുമ്പോൾ അഡ്വൈസിൽ കുറെ പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അതിനകത്ത് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റിനെല്ലാം കഴിഞ്ഞ അഡ്വൈസിൽ ഒരുവിധം തന്നെ അഡ്വൈസ് അയച്ചിട്ടുണ്ട്. പിന്നെ ഇനി ഉള്ളത് ST കുറച്ച് റാങ്കും അതുപോലെ തന്നെ ലാത്തിൻ കത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ കുറച്ച് റാങ്കുമാണ് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആയിട്ട് ഉള്ളത്. അങ്ങനെ ടോട്ടൽ 33 നമ്പറാണ് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. അതായത് ഫീമെയിൽസിന് അഡ്വൈസ് പോകാത്ത കുറച്ച് വേക്കൻസി വരികയാണെങ്കിൽ അത് അതേ ടേണിലുള്ള മെയിലിന് അഡ്വൈസ് പോകും. അതുപോലെ തന്നെ ആ ഫീമെയിലിനെ പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റിവെക്കും. അങ്ങനെയാണ് 33 പാസ്ഡ് ഓവർ കാൻഡിഡേറ്റ് ആയിട്ട് മാറ്റി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത അഡ്വൈസ് വരുമ്പോൾ ഈ ടേൺ വരികയാണെങ്കിൽ ഇപ്പോൾ SSTയുടെ ഈ ടേൺ വരികയാണെന്നുണ്ടെങ്കിൽ അത് ഫീമെയിലിന് പോകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്തുനിന്ന് അഡ്വൈസ് പോകും. അങ്ങനെയാണ് പാസ്ഡ് ഓവർ കാൻഡിഡേറ്റിന്റെ കാര്യം. അത് ഞാൻ നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലാത്തവർ നമ്മുടെ ചാനലിൽ നേരത്തെ വീഡിയോ കിടപ്പുണ്ട്. പാസ്ഡ് ഓവർ കാൻഡിഡേറ്റിന്റെ എല്ലാം വീഡിയോ കിടപ്പുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് അഡ്വൈസിന്റെ കാര്യം. ഈ OCBC പൊസിഷൻ നോക്കുമ്പോൾ OC ടോട്ടൽ 701 അഡ്വൈസ് ആണ് പോയിരിക്കുന്നത്. EWS 176, BC 876, OCയും EWS ചേർത്തിട്ട് 877, BC 876, NJD 1113, DL LV 18, HI 19, LDCP 18. അങ്ങനെ ടോട്ടൽ ഞാൻ നേരത്തെ പറഞ്ഞു 2921 അഡ്വൈസ് ആണ് ടോട്ടൽ പോയിരിക്കുന്നത്. ഇനി നമുക്ക് ഇപ്പോഴുള്ള വേക്കൻസിയെ കുറിച്ച് നമുക്ക് നോക്കാം. വേക്കൻസിയുടെ കാര്യം പറയുമ്പോൾ ടോട്ടൽ വേക്കൻസിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതായത് ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എല്ലാം കൂടി ചേർത്തിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ചിലപ്പോൾ അതിനകത്ത് വ്യത്യാസം കാണാം. ഞാനൊരു ഏകദേശം ഐഡിയ ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോ ബോർഡിലും ഏതൊക്കെ എത്രയൊക്കെ വേക്കൻസി ഉണ്ട്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി എത്ര ഉണ്ട്, NJD എത്ര ഉണ്ട്, ഫ്രഷ് എത്ര ഉണ്ട് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമേ നമ്മൾ നോക്കുന്നത് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസിയും ഒരു NJD വേക്കൻസിയും ആണുള്ളത്. അങ്ങനെ ടോട്ടൽ 2 വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഉള്ളത്. ഈ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നാവിഗേഷൻ കോർപ്പറേഷൻ ലിമിറ്റഡ് ഒരു ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. അടുത്തത് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ 3 ഫ്രഷ് വേക്കൻസിയും ഒരു NJD വേക്കൻസിയും 9 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയാണ്. ടോട്ടൽ 13 വേക്കൻസിയാണ് കേരള ഹെഡ് ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിലുള്ളത്. അടുത്ത ബെബ്കോൽ ബെവറേജസ് കോർപ്പറേഷനിൽ 43 ഫ്രഷ് വേക്കൻസിയും 8 NJD വേക്കൻസിയും 51 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും. ടോട്ടൽ 102 വേക്കൻസിയാണ് ബെബ്കോയിൽ ഉള്ളത്. കേരള വാട്ടർ അതോറിറ്റി NJD 24 ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 3, അങ്ങനെ ടോട്ടൽ 27 വേക്കൻസിയാണ് വാട്ടർ അതോറിറ്റിയിലുള്ളത്. അടുത്ത കേരള ടോഡി വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ഒരു NJD വേക്കൻസിയാണ് ഉള്ളത്. പിന്നെ കേരള ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത്. കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ക്ലാസസ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഒരു ഫ്രഷ് വേക്കൻസിയും ഒരു NJD വേക്കൻസിയും. അങ്ങനെ ടോട്ടൽ 2 വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉള്ളത്. പിന്നെ കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ SSC STയിൽ ഒരു NJD വേക്കൻസിയാണ് ഉള്ളത്. അങ്ങനെ ടോട്ടൽ ഫ്രഷ് 50 വേക്കൻസിയും NJD 37 വേക്കൻസിയും ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസി 63 വേക്കൻസി. അങ്ങനെ ടോട്ടൽ 150 വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത്, ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസിയും കൂടെ ചേർത്തിട്ട്. ഇനിയിപ്പോൾ അഡ്വൈസ് അയക്കാനുള്ള വേക്കൻസി എന്ന് പറഞ്ഞാൽ 50 ഫ്രഷ് വേക്കൻസിയും അതുപോലെ തന്നെ 37
NGD വേക്കൻസി, അങ്ങനെ 87 വേക്കൻസിക്കാണ് അഡ്വൈസ് അയക്കാനായിട്ട് ഉള്ളത്. അപ്പൊ ഇങ്ങനെയാണ് വേക്കൻസിയുടെ ഓവറോൾ ഒരു ടേബിൾ. അപ്പൊ ഇനി അടുത്തൊരു അഡ്വൈസ് ചെയ്യുമ്പോഴത്തേന് നമുക്ക് കാണാം. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഡൗട്ടുകളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു വീഡിയോ മറ്റുടനെ തന്നെ കാണാം. അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി, നമസ്കാരം.